എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂസിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ന്യൂസ് നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടായിരുന്നൊരു ന്യൂസാണ്. ഇന്ത്യ ടു ഡബിൾ അസിസ്റ്റൻസ് ടു ഭൂട്ടാൻ, അത് 10,000 crore ഓവർ 5 years ഭൂട്ടാന് കൊടുക്കാം എന്നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസിൽ നമ്മൾ കൂടുതലും നോക്കാൻ പോകുന്നത് ഈ ഒരു അസിസ്റ്റൻസിനെ പറ്റിയും നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്തുകൊണ്ടാണ് അവിടെ പോയതെന്നും പിന്നെ ഇന്ത്യ ഭൂട്ടാൻ ഹിസ്റ്റോറിക്കൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നാണ്. നമ്മളൊരു ഇൻ്റർനാഷണൽ റിലേഷൻസ് IR റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ന്യൂസ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഭൂട്ടാനിലെ ടിംഫു വിസിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ 10,000 crore ഒരു പാക്കേജ് ഭൂട്ടാന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വേറെ കാര്യം വെച്ചാൽ അവിടെ ഭൂട്ടാൻ്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൈം മിനിസ്റ്ററിന്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇന്ത്യ കോവിഡ് കാലത്ത് ഭൂട്ടാന് കൊടുത്ത സപ്പോർട്ട് പരിഗണിച്ചാണ് അവർ ഹയസ്റ്റ് സിവിലിയൻ ഓണർ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് കൊടുത്തത്. ഓക്കെ, പിന്നെ അവിടുത്തെ മൊണാർക്കിയുടെ ലീഡർഷിപ്പിനെ പ്രൈം മിനിസ്റ്റർ അപ്ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് മെയിൻലി 7 packs ആണ് അവർ സൈൻ ചെയ്തത്. എനർജി, ഫുഡ് സേഫ്റ്റി, സ്പോർട്സ്, റിസർച്ച് ആൻഡ് സ്പേസ്, ഇതിലെ കൊളാബറേഷൻസ് ആണ് അവർ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഡെവലപ്മെൻറ്റൽ പ്ലാൻസ് എന്ന് പറയുമ്പോഴേക്കും ഒന്നെന്ന് വെച്ചാൽ അവിടെ ഒരു എയർപോർട്ട് വരുന്നുണ്ട് ഫോർ ബെറ്റർ കണക്ടിവിറ്റി, പിന്നെ റെയിൽ ലിങ്ക്സ് ബിറ്റ്വീൻ കരക്ജാർ, ഗലീപു ആൻഡ് ബനാഹർത്ത് സമസ്തെ. ഓക്കെ, പിന്നെ വാട്ടർവേസ്, ബ്രഹ്മപുത്ര റിവർ വഴിയുള്ള നാവിഗേഷനുള്ള വാട്ടർവേസ് വരുന്നുണ്ട്. പിന്നെ ട്രേഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇതാണ് അവർ ഡിസ്കസ് ചെയ്ത പ്ലാൻസ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗലിപ്പു മൈൻഡ്ഫുൾ സിറ്റി പ്രോജക്റ്റ്. ഇത് നമ്മൾ നേരത്തെ DNA പറഞ്ഞൊരു പ്രോജക്റ്റാണ്. ഗലിപ്പു മൈൻഡ്ഫുൾ സിറ്റി പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഇത് ഭൂട്ടാനിലുള്ള ഒരു ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റാണ്. ഭൂട്ടാനിലുള്ള ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അവിടുത്തെ കിങ്ങിൻ്റെ ഒരു വിഷണറി പ്രോജക്റ്റാണ് ഇത്. ഈ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, പ്രൊമോട്ടിങ് ഹാപ്പിനെസ് ആൻഡ് സസ്റ്റൈനബിൾ ലിവിങ് എന്ന ഐഡിയ വെച്ചാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റി അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അത്രയുമാണ് ഈ ഒരു ന്യൂസ് റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഭൂട്ടാനും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യക്ക് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് ഭൂട്ടാൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഭൂട്ടാൻ എന്ന് വെച്ചാൽ ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയ്ക്ക് വരുന്ന ഒരു ബഫർ സ്റ്റേറ്റ് ആണ്, അല്ലേ? അതായത് ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പം ഇന്ത്യ ഭൂട്ടാനെ ഡിഫൻസിലും ഇൻഫ്രാസ്ട്രക്ചറിലും കമ്മ്യൂണിക്കേഷനിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേസമയം അവരുടെ സോവറിനിറ്റിയും ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയൊക്കെ നമ്മൾ മാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ബോർഡറിലുള്ള റോഡ്സ്, ബ്രിഡ്ജസൊക്കെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്ലാം സ്റ്റാൻഡ് ഓഫിൻ്റെ സമയത്ത് ഇന്ത്യൻ ട്രൂപ്സ് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ ഭൂട്ടാൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ഇന്ത്യയാണ്. പിന്നെ ഭൂട്ടാൻ്റെ ഏറ്റവും ലാർജസ്റ്റ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷനും ഇന്ത്യയാണ്. ഓക്കെ, പിന്നെ ഭൂട്ടാൻ്റെ ഹൈഡൽ പവർ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴേക്കും അത് എക്കണോമിക് ഓപ്പർച്യൂണിറ്റി 2 കൺട്രീസിനും കൊടുക്കുന്നുണ്ട്. ഇന്ത്യ അവരുടെ ഹൈഡൽ പ്രോജക്ട്സിൻ്റെ ഡെവലപ്മെൻറ്റിന് നമ്മളും എയ്ഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മിക്ക ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സും നമ്മളാണ് അവർക്ക് ഒരു ഫൈനാൻഷ്യൽ എയ്ഡൊക്കെ കൊടുക്കുന്നത്. കൾച്ചറൽ ടൈസ് എന്ന് പറയുമ്പോഴേക്ക് 2 കൺട്രീസിലും ഒരു മേജർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ നല്ലപോലെ ഉണ്ട്. ഇന്ത്യയിലും ഉണ്ട്, അതുപോലെ തന്നെ ഭൂട്ടാനിലും ഉണ്ട്. അപ്പോൾ പീപ്പിൾ ടു പീപ്പിൾ ലിങ്ക് അവിടെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് ഭൂട്ടാൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ കുറേ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ കോർപ്പറേഷൻസ് ഉണ്ട്. അതായത് നമുക്കറിയാം, നമ്മളിപ്പം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും മിക്ക ജോബിലും സിറ്റിസൺസ് ഭൂട്ടാൻ അല്ലെങ്കിൽ നേപ്പാളിലൊക്കെ നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ് എക്സാംസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അതാണ്. പിന്നെ എയിംസ് ഇതെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും ഭൂട്ടാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം നെഗറ്റീവ് ആയിട്ടുള്ള വരുന്ന ഒരു കൺട്രിയാണ്. അതായത് കാർബൺ ന്യൂട്രലിനേക്കാൾ ഉപരി അവിടെ കാർബൺ ഫുട് പ്രിൻറ്റ് നെഗറ്റീവായിട്ട് വരുന്നൊരു കൺട്രിയാണ്. അപ്പം ഇന്ത്യ എന്ന് വെച്ചാൽ ക്ലീൻ എനർജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോപ്പറേഷൻ, ഇന്ത്യയുടെ എക്കണോമിക് കോപ്പറേഷനും എൻവയോൺമെൻറ്റൽ കോപ്പറേഷനും റിന്യൂവബിൾ എനർജിയും സസ്റ്റൈനബിൾ ടൂറിസവും ഭൂട്ടാനിൽ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് അവരുടെ ഒരു ഓവറോൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ണർഷിപ്പുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ചാലഞ്ചസ് എന്താണ്? ചാലഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് വെച്ചാൽ ചൈനയുടെ ഇൻഫ്ലുവൻസ്. കാരണം നമുക്കറിയാം ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയ്ക്ക് വരുന്നൊരു രാജ്യമാണ്. അപ്പം എക്കണോമിക് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അവർക്ക് ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനും കൂടിയാണ് ഭൂട്ടാൻ. ഓക്കെ, അപ്പോൾ ഡോക്ലാം സ്ട്രെയിനിൽ ഇന്ത്യയുടെയും ഭൂട്ടാൻ്റെയും ടൈസ് അവർ ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കി. പിന്നെ ബോർഡർ ഡിസ്പ്യൂട്ട്സ്, അതായത് എന്താണ്, ചൈനയുടെ ഭാഗത്തുനിന്ന് ഇൻട്രൂഷൻസ് ഭൂട്ടാനിലോട്ട് ഉണ്ടാകുന്നുണ്ടായിരുന്നു.
ട്രൈ ജംഗ്ഷൻ ഏരിയാസിലൊക്കെ ഇന്ത്യ, ചൈന, ഭൂട്ടാൻ ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോ പവർ ഇഷ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയാണ് ഭൂട്ടാനിലെ ഹൈഡ്രോ പവർ പ്രോജക്ട്സ് ഒക്കെ മെയിൻലി ക്യാരി ഓൺ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ചില കേസസിൽ ഇത് പ്രോ ഇന്ത്യ ആയിട്ട് പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അതിൽ ഓപ്പോസിഷൻ, അവിടുത്തെ ആൾക്കാർ പബ്ലിക് ഓപ്പോസിഷൻ വരുന്നുണ്ട്. പിന്നെ ട്രേഡ് ഇംബാലൻസ് എന്ന് വെച്ചാൽ ഭൂട്ടാൻ ഒരു മേജർ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് ഇന്ത്യയായിട്ട്. ഓക്കെ, അപ്പം ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഗ്രേറ്റർ ആക്സസ് കിട്ടാനായിട്ട് അവർ നോക്കുന്നുണ്ട്. അതാണ് ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻഷിപ്പ് പിന്നെ ഈ പ്രാവശ്യം വന്ന ന്യൂസിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ. ഇപ്പം നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമി റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ന്യൂസാണ്. എക്കണോമി റിലേറ്റഡ് ആയിട്ട് ന്യൂസ് എന്ന് പറയുമ്പോഴേക്ക് ഇതെന്ന് വെച്ചാൽ ഇൻഇക്വാളിറ്റി ഡിപ്റ്റ് ഓവർ ദ പാസ്റ്റ് ഡെക്കേഡ് എന്നാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രിയാണിത് റിലീസ് ചെയ്തേക്കുന്നത്. എന്താണ്, ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ ബേസ് ചെയ്തിട്ടാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഓവർ ദ പാസ്റ്റ് ഡെക്കേഡ് ഇൻക്രീസ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഈ ഒരു ന്യൂസിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്? അപ്പോൾ ഇന്ത്യയുടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് സ്റ്റോറിയാണ് നമ്മൾ നോക്കുന്നത്. ഗ്രോത്ത് സ്റ്റോറി എന്താണെന്ന് നമ്മൾ നോക്കും. പിന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്താണെന്ന് പഠിക്കും. പിന്നെ അതിൻ്റെ എലമെൻറ്റ്സ് എന്താണ് എന്ന് നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് സ്റ്റോറി എന്താണ്? അപ്പം ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം എന്താണ്, പാസ്റ്റ് 10 ഇയേഴ്സിൽ നമ്മുടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് കൂടി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് ബേസ് ചെയ്തതെന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ 2022 to 2023 ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡേറ്റ അവർ പറയുന്നത്. അപ്പോൾ ഈ ഫൈൻഡിങ്സിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ റൂറൽ അർബൻ ഡിവൈഡ് ഇൻ ടേംസ് ഓഫ് മന്ത്ലി പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു മാസം നമ്മൾ നമ്മുടെ കൺസംഷൻ ബേസ് ചെയ്തിട്ട് റൂറൽ, അതായത് വില്ലേജ് ഏരിയാസിലും സിറ്റീസിലും ജീവിക്കുന്ന ആൾക്കാരുടെ കൺസംഷൻ റേറ്റ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. പിന്നെ കൺസംഷൻ റേറ്റിലുള്ള ഡിവൈഡ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. പിന്നെ റൂറൽ ആൻഡ് അർബൻ ഏരിയാസിൽ ഈ ലോവസ്റ്റ് പോപ്പുലേഷൻ, അതായത് എന്താണ്, ലോവസ്റ്റ് 5% ഓഫ് MPC എന്ന് പറയുന്നത് എന്താണ്, ടോപ്പ് 5%-നേക്കാളിലും കൂടുതൽ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്താണ്, അവിടെ ഇൻഇക്വാളിറ്റി കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പെർ ക്യാപിറ്റ ഇൻകവും MPCയും ഓൾ കൺസംഷൻ ക്ലാസ്സസിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് ടോപ്പ് 5% ഓഫ് റൂറൽ ഇന്ത്യയിൽ കൺസംഷൻ റേറ്റ് ഇൻക്രീസ് ആയിട്ടില്ല. ടോപ്പ് 10% ഓഫ് അർബൻ ഇന്ത്യയിൽ ഈ ഒരു കൺസംഷൻ റേറ്റ് ഇൻക്രീസ് ആയിട്ടില്ല. ഓക്കെ, പിന്നെ ഈ ഒരു ട്രെൻഡ് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ രണ്ടിൻ്റെയും ഡിവൈഡ് കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, അർബൻ ആൻഡ് റൂറൽ പെർ ക്യാപിറ്റ ഇൻകം ഡിവൈഡ്, അല്ലെങ്കിൽ അവരുടെ കൺസംഷൻ്റെ ഡിവൈഡ് കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു OECD, എക്കണോമിക് ഗ്രോത്ത് ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫെയർലി അക്രോസ് സൊസൈറ്റി ആൻഡ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. അതായത് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൺട്രി ഉണ്ടാക്കുന്ന എക്കണോമിക് ഗ്രോത്ത് ഈക്വലി എല്ലാ സൊസൈറ്റിയിലുള്ള ആൾക്കാരിലോട്ടും ഡിവൈഡായിട്ട്, അല്ലെങ്കിൽ ഒരു ട്രിക്ലിംഗ് ഡൗൺ എഫക്റ്റ് കൊണ്ടുപോയിട്ട് അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാം. അതാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിട്ട് OECD പറയുന്നത്. ഓക്കെ, ഫോർ ഇന്ത്യ അച്ചീവിങ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഈസ് നോട്ട് ജസ്റ്റ് എക്കണോമിക് ഇമ്പറേറ്റീവ് ബട്ട് എ മോറൽ റെസ്പോൺസിബിലിറ്റി ടു അപ്ലിഫ്റ്റ് മില്യൻസ് ഫ്രം പോവർട്ടി ആൻഡ് ഡിപ്രവേഷൻ. അപ്പോൾ നമ്മുടെ കൺട്രിയിൽ നമുക്കറിയാം ഒരു സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരാണ് നമ്മുടെ കൺട്രീസ് വെൽത്ത് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഒരു ലാർജ് എമൗണ്ട് ഓഫ് പോപ്പുലേഷൻ ഇപ്പോഴും പോവർട്ടിയിലാണ്. അപ്പം ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വെച്ചാൽ നമുക്കൊരു എക്കണോമിക് പെർസ്പെക്റ്റീവിൽ, അതായത് നമുക്കറിയാം എക്കണോമിക് ഗ്രോത്ത് കൺസെപ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴേക്കും എന്താണ്, കൺട്രിയിൽ ഈ ഡേറ്റ വൈസ് ഇത്ര ശതമാനം നമ്മൾ ഗ്രോ ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആൾക്കാരുടെ ലൈഫിൽ എക്കണോമിക് ഡെവലപ്മെൻ്റായിട്ട് അത് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അപ്പം ഇന്ത്യയുടെ കൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഇൻക്ലൂസീവ് ഗ്രോത്ത് എനേബിൾ ചെയ്യണമെങ്കിൽ ഒരു 6 കാര്യങ്ങളുണ്ട്. ഓക്കെ, 6 എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നെന്ന് വെച്ചാൽ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്.
ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഓഫ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വരുന്ന ഒരു 30 ഇയേഴ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ. അപ്പം ആ ഇന്ത്യസ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്താണ്, ആ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എംപ്ലോയബിൾ അല്ലെങ്കിൽ അവരൊരു സ്കിൽഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണോ എന്ന് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഇടയ്ക്ക് വന്ന ഡേറ്റയൊക്കെ അനുസരിച്ച് ഈവൻ ലാർജർ പോപ്പുലേഷൻ 70-80% ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും പ്രോപ്പറായിട്ട് കമ്പ്യൂട്ടറിൽ കോപ്പി പേസ്റ്റ് പോലും ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ. കോപ്പി പേസ്റ്റ് പോലും ചെയ്യാൻ അറിയാൻ പറ്റാത്ത ഒരു പോപ്പുലേഷനാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്നൊക്കെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യൻ പോപ്പുലേഷൻ ഷുഡ് ബി സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ക്രൂഷ്യലാണ്. എന്താണ്, ഹൈലി ട്രെയിൻഡ് വർക്ക് ഫോഴ്സിനെ നമ്മൾ ജനറേറ്റ് ചെയ്യണമെങ്കിൽ. ഓക്കെ. പിന്നെ മേജർ ചലഞ്ച് ഓഫ് നോൺ എംപ്ലോയ്മെൻറ്റ് എമംഗ് കൺവെൻഷനലി ട്രെയിൻഡ് യൂത്ത്. അതായത് നമുക്കറിയാം കുറേ ഗ്രാജുവേറ്റ്സ് ഉണ്ട് നമ്മുടെ കൺട്രിയിൽ. അവർക്ക് ഇപ്പോഴും എംപ്ലോയിഡ് അല്ല, അവർ അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്ന കുറേ ഗ്രാജുവേറ്റ്സ് ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ. അപ്പോൾ പിന്നെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഫൈനാൻഷ്യൽ സർവീസസ് വൾണറബിൾ ഗ്രൂപ്പ്സ്, അതായത് നമുക്കറിയാം ട്രൈബൽ ഏരിയാസ്, അതുപോലെ തന്നെ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലോട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എത്തണം. ഓക്കെ. അതിന് ഒരു ബെറ്റർ എക്സാമ്പിളാണ് ജൻധൻ യോജന എന്ന് പറയുമ്പോൾ എന്താണ്, ഈ റൂറൽ ഹൗസ് ഹോൾഡ്സിൽ വുമൻ്റെ അക്കൗണ്ടിലോട്ടൊക്കെ മന്ത്ലി പേയ്മെൻറ്റ്സ് വരുന്നതൊക്കെ ഉള്ള സ്കീംസ്. അപ്പം നമുക്കറിയാം അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എന്നപ്പോഴേക്കും ഗുണം എന്നാന്ന് വെച്ചാൽ എന്താണ്, ആക്ച്വലി ഒരു ഹൗസ് ഹോൾഡിൽ ഫീമെയിൽസ് ആണ് മണി സേവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ സേവിങ് മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഹൗസ് ഹോൾഡ്സിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഫാമിലി. അപ്പോൾ ഫാമിലിയിൽ പൈസ സേവ് ചെയ്ത് നിൽക്കും. അപ്പോൾ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ നമുക്കറിയാം ഞാൻ ആദ്യം പറഞ്ഞ ആ 10 ഇയേഴ്സിലുള്ള നമ്മുടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എങ്ങനെ അച്ചീവ് ചെയ്തതെന്നൊക്കെ ഉള്ളൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഹൗസ് ഹോൾഡ്സ് സേവിങ് മെൻറ്റാലിറ്റി ഉള്ളത് വുമൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വുമൻ്റെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫാമിലിയിൽ പൈസ നിൽക്കുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനെ പുഷ് ചെയ്തു. പിന്നെ റുപ്പി സ്കീം, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. ഓക്കെ. പിന്നെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് വെച്ചാൽ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിഷ്യേറ്റീവ് ലൈക്ക് ഡിജിറ്റൽ ഇന്ത്യ എയിംസ് ടു ക്രിയേറ്റ് ഡിജിറ്റലി ലിറ്ററേറ്റ് പോപ്പുലേഷൻ ടു ലെവറേജ് ടെക്നോളജി. പിന്നെ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഗവർണൻസിലൊക്കെ നമ്മൾ എൻഹാൻസ് ചെയ്തു നമ്മുടെ എഫിഷ്യൻസി. ഓക്കെ. പിന്നെ സോഷ്യൽ സെക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സേഫ്റ്റി നെറ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് പോളിസീസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മുദ്ര സ്കീം അതിനൊരു എക്സാമ്പിളാണ് അല്ലേ. മുദ്ര സ്കീം എന്ന് വെച്ചാൽ മുദ്ര സ്കീം, അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് ഇന്ത്യ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതിലൊക്കെ എന്ന് വെച്ചാൽ വുമൺ ആൻഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് എന്താണ്, ഈ ഈസി ടു ആക്സസ് ഫൈനാൻഷ്യൽ ലോൺസ്. അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഓൺടർപ്രണർഷിപ്പോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ലോൺ കൊടുക്കും. ഓക്കെ. മുദ്ര സ്കീമിൻ്റെയൊക്കെ അണ്ടറിൽ അവർക്ക് ഈസി ടു ആക്സസ് ആണ്. 60% ഓഫ് ദ ലോൺ എമൗണ്ട് അവർ റീപേ ചെയ്താൽ മതി. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊണ്ട് ചെല്ലുക. അങ്ങനെയുള്ള സോഷ്യൽ സെക്ടർ ഡെവലപ്മെൻറ്റിൽ ഗവൺമെൻറ് കുറേ പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. എന്താണ്, എൻവയോൺമെൻ്റലി കോൺഷ്യസ് ആയിട്ടുള്ള ഗ്രോത്ത് മോഡൽ കൊണ്ടുവരിക. റിന്യൂവബിൾ എനർജി, പൊല്യൂഷൻ കൺട്രോൾ, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, എക്കണോമിക്കൽ പ്രിസർവേഷനുമായിട്ട് എന്താണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ്. ഗുഡ് ഗവർണൻസിൽ വരുന്നത് ട്രാൻസ്പെറൻറ്റ്, അക്കൗണ്ടബിൾ ആൻഡ് സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷനാണ്. പിന്നെ യൂസ് ഓഫ് ടെക്നോളജി ഫോർ എഫിഷ്യൻറ്റ് ആൻഡ് കറപ്ഷൻ ഫ്രീ പബ്ലിക് സർവീസ്. അതായത് ഒരു എക്സാമ്പിൾ നമുക്ക് അറിയാം, തെലങ്കാനയിലൊക്കെ ഒരു ആപ്പുണ്ട്. തെലങ്കാനയിൽ ആപ്പ് എന്ന് വെച്ചാൽ ഇപ്പം അവിടെ ഒരു പഞ്ചായത്ത് ഓഫീസിലൊക്കെ പോകുമ്പോഴേക്കും അവർ എന്തെങ്കിലും ഫയൽ വേണമെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഫയലിൻ്റെ മൂവ്മെൻറ്റ് അവർക്ക് ഓൺലൈനായിട്ട് ട്രാക്ക് ചെയ്യാം. അപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ഫയൽ കിട്ടിയില്ലെങ്കിൽ മുകളിലുള്ള അതോറിറ്റീസിന് ഇതറിയാം. ഇത് എനിക്കൊന്ന് ഉരു എന്നാണെന്ന് തോന്നുന്നു ആ ഒരു ആപ്പ് എൻ്റെ പേര്. ഓക്കെ. അപ്പം അല്ലെങ്കിൽ അങ്ങനെ കണ്ടാണ് ആ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ആ ആപ്പ് വഴി ഇവർക്ക് എന്താണ്, എല്ലാവർക്കും ആക്സസിബിൾ ആണ് ഈ ഫയൽ മൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. അപ്പോൾ ആ ഒരു ഓഫീസർ കറപ്ഷൻ കാണിക്കുന്നുണ്ടോയെന്നോ അല്ലെങ്കിൽ ബ്രൈബ് വാങ്ങിച്ചിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടോയെന്നൊക്കെ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനൊരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ന്യൂസ്
എന്ന് വെച്ചാൽ ചൈനീസ് കോസ്റ്റ് ഗാർഡ് ട്രൈസ് ടു ബ്ലോക്ക് ഫിലിപ്പിനോ വെസൽസ് ഇൻ സൗത്ത് ചൈന സീ. അപ്പം ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ഫിനോമിനയാണ് അല്ലേ. സൗത്ത് ചൈന സീയിൽ എപ്പോഴും ഡിസ്പ്യൂട്ട്സ് ആണ്. അപ്പോൾ ഈ സൗത്ത് ചൈന സീ എന്ന് വെച്ചാൽ നമുക്ക് ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ പ്ലേസസ് ഇൻ മാപ്പ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ സൗത്ത് ചൈന സീയുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു സെമി എൻക്ലോസ്ഡ് മെറിടൈം ടെറിട്ടറിയാണ്. പസഫിക് ഓഷ്യനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏകദേശം 3.5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് പസഫിക് ഓഷ്യൻസ് ആണ്. ഇതിൻ്റെ ബോർഡറിങ് കൺട്രീസ് നമ്മൾ ജസ്റ്റ് നോക്കിയിരിക്കണം. ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചൈനയുണ്ട്, തൈവാൻ, ഫിലിപ്പൈൻസ്, പിന്നെ മലേഷ്യ, ബ്രൂണൈ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, തായ്ലാൻഡ് ആൻഡ് വിയറ്റ്നാം. ഇത്രയും കൺട്രീസാണ് ഈ സൗത്ത് ചൈന സീ ബോർഡർ ചെയ്യുന്ന കൺട്രീസ്. ഓക്കെ, കണക്റ്റഡ് ടു ഈസ്റ്റ് ചൈന സീ വയ തൈവാൻ സ്ട്രീറ്റ്, അവിടെ ഉള്ള സ്ട്രീറ്റാണ്. പിന്നെ ഫിലിപ്പൈൻ സീ വയ ലുസോൺ സ്ട്രീറ്റ്, ഇതും ഓർത്തിരിക്കുക. ഈ 2 സ്ട്രീറ്റ് ഓർത്തിരിക്കുക. പിന്നെ ക്രൂഷ്യൽ, ഇപ്പം ഇതിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മിലിറ്ററി പരമായിട്ടുള്ള ഇമ്പോർട്ടൻസിനേക്കാളുള്ള ഉപരി അതൊരു ക്രൂഷ്യൽ ട്രേഡ് റൂട്ടാണ്. അതായത് ഏകദേശം ആനുവലി $3.37 ട്രില്യൺ വർത്ത് ഓഫ് ട്രേഡാണ് അവിടെ നടക്കുന്നത്. ആ ഒരു ഗ്ലോബൽ ട്രേഡ് റൂട്ടിൽ നടക്കുന്നത്. 60% ഓഫ് മാരിടൈം ട്രേഡ് എന്താണ് അതായത് ഏഷ്യയിലോട്ട് പാസ് ചെയ്യുന്ന 60% മാരിടൈം ട്രേഡ് ഇതുവഴിയാണ് നടക്കുന്നത്. 80% ഓഫ് ഗ്ലോബൽ ട്രേഡ് ബൈ വോളിയം ഈ ഒരു വാട്ടർസിലൂടെയാണ് ട്രാൻസിറ്റ് ചെയ്യുന്നത്. പിന്നെ 64% ഓഫ് ചൈനയുടെ ട്രേഡും 55% ഓഫ് ഇന്ത്യയുടെ ട്രേഡും ബൈ വാല്യൂ ഇതുവഴിയാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റിസോഴ്സ് റിച്ച് ആണ്. അതായത് ഗുഡ് ഫിഷിംഗ് ഗ്രൗണ്ട്സ് ആണ്. പൊട്ടൻഷ്യൽ റിസോഴ്സ് ഓഫ് ഓയിൽ ഉണ്ട്, നാച്ചുറൽ ഗ്യാസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റിസോഴ്സസും ഫിഷിംഗ് ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് ഫിഷ് റിസോഴ്സസ് ആയിട്ടൊക്കെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് സൗത്ത് ചൈന സീ. മെറിടൈം ചോക്ക് പോയിൻറ്റ്സ് ഉണ്ട്, നമുക്കറിയാം. സ്ട്രേറ്റ് ഓഫ് മലാക്ക ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. പിന്നെ സിംഗപ്പൂർ സ്ട്രേറ്റ് ഒക്കെ ഇതിൻ്റെ ലൊക്കേഷനിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഏതിലൊരു ഹോസ്റ്റൈൽ പവർ ഈ ട്രേഡ് റൂട്ട് ഡിസ്ട്രപ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ സപ്ലൈ ചെയിനെ ഇത് ബാധിക്കും. ഓക്കെ, പിന്നെ ഗ്രേറ്റ് മിലിറ്ററി റൈവൽറി, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ ഏരിയയിൽ കൂടുതലും ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ചൈന അവർക്ക് 9th ഡിഗ്രി ഏരിയ അങ്ങനെ കണ്ട് പറയുന്നൊരു ലൈനുണ്ട്. നമ്മൾ ആ മാപ്പ് നോക്കുമ്പോൾ ആ ഒരു ലൈൻ നമ്മൾ നോക്കും. അപ്പോൾ ആ ഇതാണ് അവർ പറയുന്ന അവരുടെ ബൗണ്ടറി. അപ്പോൾ അതിനുള്ളിൽ വരുന്ന ഐലൻഡ്സ്, സ്ട്രേറ്റ് ഒക്കെ ഇവരുടെ ടെറിട്ടറി ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം US ആക്ച്വലി അവിടെ ഒരു ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് ടു ചാലഞ്ച് ചൈനാസ് ക്ലെയിം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മാപ്പ്. ഓക്കെ, അപ്പം കൺട്രീസ് ക്ലെയിമിങ് ഇൻ ദ സൗത്ത് ചൈന സീ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ലത് ഈ ഒരു മാപ്പ് നോക്കുന്നതാണ്. പാർസൽ ഐലൻഡ്സ് സൗത്ത് ചൈന സീയിലുള്ള ഒരു ഐലൻഡാണ്. അപ്പോൾ പാർസൽ ഐലൻഡ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ക്ലെയിംഡ് ബൈ ചൈനയുണ്ട്, പിന്നെ അതുപോലെ തന്നെ തൈവാനുണ്ട്, പിന്നെ ഇവിടെ വരുന്ന വിയറ്റ്നാമുണ്ട്. അപ്പോൾ ഈ 3 കൺട്രീസാണ് പാർസൽ ഐലൻഡ്സ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ലൈൻ ഇതാണ് കേട്ടോ. ചൈന പറയുന്ന ബോർഡർ ഇതാണ്, ചൈനാസ് 9 ലൈൻ. ഇതാണ് ചൈനാസ് 9 ലൈനാണ് ഇവർ റെക്കഗ്നൈസ് ചെയ്യുന്ന ബൗണ്ടറി. അപ്പോൾ ഇതിനുള്ളിൽ എന്താണ് സ്പാട്ട്ലി ഐലൻഡ്, സ്കൂബോർഗ് ഐലൻഡ്, സ്കൂബോ ഷോള്, പിന്നെ പാസ്ലി ഐലൻഡ്സ്, ഇതെല്ലാം അതിനകത്ത് പാർസൽ ഐലൻഡ്സ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇവർ റെക്കഗ്നൈസ് ചെയ്യുന്ന ലൈനാണ് അല്ലെങ്കിൽ ബൗണ്ടറിയാണ് ചൈനാസ് 9 ലൈൻ. ഓക്കെ, അപ്പോൾ സ്പാട്ട്ലി ഐലൻഡ് വരുമ്പോഴേക്കും തൈവാൻ ഇത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, ചൈന ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, വിയറ്റ്നാം ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഫിലിപ്പൈൻസ് ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് മലേഷ്യയും ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ്. അതായത് സ്പാട്ട്ലി ഐലൻഡ്സ് ഇവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് പാർസൽ ഐലൻഡ്സ് ഇവിടെ വരും. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഇവിടെ വരുന്ന ബോർഡറിങ് കൺട്രീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സ്മോൾ ഐലൻഡ്സ് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് പ്രിലിംസ് സ്പേസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ DNA അനാലിസിസിൽ ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യത്തെ DNA ഇച്ചിരി ലെങ്തി ആയിരുന്നു. പിന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. അതായത് യുഎസിൻ്റെ ഇലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ സമയത്തുള്ള വാർ ബേസ് ചെയ്തിട്ടാണ് ആ എഡിറ്റോറിയൽ വന്നിരുന്നത്. പിന്നെ CAA ബേസ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത്. ഓക്കെ, അപ്പം പിന്നെ ED അതായത് ഗവൺമെൻറ് എൻഫോഴ്സ്മെൻറ്റ് ബോഡീസ് യൂസ് ചെയ്തിട്ട് ഇലക്ഷൻ ട്രിഗ് ചെയ്യാൻ നോക്കുന്നത്, അതൊക്കെ ബേസ് ചെയ്തിട്ട് അതെല്ലാം പൊളിറ്റിക്കലി വ്യൂ പോയിൻ്റുള്ള ന്യൂസസ് ആയതുകൊണ്ട് എടുക്കാഞ്ഞാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ന്യൂസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രാവശ്യത്തെ DNA മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.